നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷ കാലയളവിലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു ഫീഡിൻ്റെ ഫോർമുലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു ഫോർമുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതനുസരിച്ച് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി. എല്ലാത്തിലും വളരെ വലിയ വിജയവുമാണ് ഉള്ളത്. ഇന്നിപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടർ തീറ്റയുടെ ഒരു ഫോർമുലേഷനാണ് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ചാനൽ പരിശോധിച്ചാൽ അറിയാം, ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഇതേ മാസം കറക്റ്റായിട്ട് ഞാൻ ഒരു ഫോർമുലേഷൻ്റെ പണികൾ ആരംഭിച്ചു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഇപ്പോൾ അത് ഒരു വർഷം പൂർത്തീകരിക്കുന്നു. ഈ സമയത്താണ് ഏറ്റവും നല്ലൊരു ഫോർമുലേഷൻ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ആറ്റിക്കുറുക്കിയ ഒരു ഫോർമുലേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് അല്പം നീണ്ടുപോയാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾ എല്ലാം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ആദ്യം ഒരുപാട് ഫോർമുലേഷൻ ഉണ്ടാക്കി. ഈ ഫോർമുലേഷനെല്ലാം ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നുവെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ എവിടെയെല്ലാമോ ഉണ്ടായിരുന്നു. ഈ മിസ്റ്റേക്കുകളെല്ലാം മാറ്റി നമ്മൾ ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷനും ഏറ്റവും കോഴികൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ മീറ്റ് കപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി നല്ലൊരു ഫോർമുലേഷൻ്റെ ഒരു നല്ല ശരിയായിട്ടുള്ളൊരു കൺക്ലൂഷൻ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുവാൻ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിലാണ് ശരിയായിട്ടും കഴിഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ ഇത് പല രീതിയിൽ നമ്മൾ പരീക്ഷിച്ചു, പല ഫാമുകളിൽ പരീക്ഷിച്ചു. എൻ്റെ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഫാമിൽ ഇത് വളരെയധികം നല്ല രീതിയിൽ പരീക്ഷിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫോർമുലേഷനാണ്. ഇതിനകത്ത് മൊത്തം നാച്ചുറൽ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ, ഓർഗാനിക് കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റ് കണ്ടൻറ്റുകൾ ചെറിയൊരു ഫോർമുല ഉണ്ട്, ഒരു പ്രീമിക്സ് എന്ന് പറയുന്ന വിറ്റാമിൻ്റെ ഒരു ഫോർമുലേഷൻ. ആ ഒരു ഫോർമുലേഷൻ അല്ലാതെ വേറെ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ്. വളരെയധികം എഫക്റ്റീവായിട്ട് എൻ്റെ ഫാമിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോർമുലേഷനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അതൊക്കെ നമുക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കണ്ടൻറ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് നൽകിയേ പറ്റൂ. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും പറയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ പോകാവൂ. നമുക്കപ്പോൾ എൻ്റെ ഫോർമുലേഷനിലേക്ക് കടക്കാം.
അപ്പോൾ ഈ തീറ്റയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് സംസാരിക്കണം. അതില്ലാതെ നിങ്ങൾ ഇത് കേൾക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. കാരണം ഇത്രയും നിങ്ങൾ കേട്ടു, ഞാൻ 1.5 വർഷത്തെ ഏകദേശം 1.5 വർഷത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തീറ്റയുടെ ഫോർമുലേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ഒരു സ്ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിപൂർണ്ണമായിട്ട് കേട്ടേ പറ്റൂ. കാരണം ഇത് വീഡിയോ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ ബോറടി ആകുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ പരിപൂർണ്ണമായിട്ടും മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കുക കൂടി വേണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടായിരുന്ന മറ്റുള്ള കണ്ടൻറ്റുകൾ, ഈ തീറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു അത്ഭുതം സംഭവിക്കുന്ന ഒരു തീറ്റയാണ്. അത്ഭുതം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തീറ്റ ഏകദേശം നമുക്കിത് ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് തിരികെ കിട്ടും. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയിലും വളരെയധികം നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും. അതെങ്ങനെയാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടത്? നമ്മളിപ്പോൾ തീറ്റ കൊടുക്കുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റകൾ കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏതെങ്കിലും കമ്പനിയുടെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ഈ കമ്പനിയുടെ തീറ്റകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴികളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ തീറ്റ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഈ തീറ്റയിലേക്ക് മാറരുത്. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയുമായിട്ട് നമ്മൾ അല്പാൽപമായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു 10-12 ദിവസം കൊണ്ട് മാത്രമേ അല്പാൽപമായിട്ട് മിക്സ് ചെയ്ത് ഈ കോഴിയുടെ തീറ്റയുടെ ദഹന പ്രക്രിയയുമായിട്ട് ഇത് വളരെയധികം യോജിച്ച് അത് ഏകദേശം അത് പൊരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് പരിപൂർണമായിട്ട് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഈ കോഴികളെ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഈ തീറ്റ കൊടുത്തു തുടങ്ങാം. ബ്രോയിലർ കോഴികൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് കാടകൾക്കും നിങ്ങൾക്ക് തുടക്കം മുതൽ കൊടുത്തു തുടങ്ങാം. കാടകൾക്കും നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ തീറ്റ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പാൽപമായിട്ട് മിക്സ് ചെയ്ത് മാത്രം കൊടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിളിക്കാം. അതുപോലെ തന്നെ ബ്രോയിലർ കോഴികൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് 5 ദിവസം നിങ്ങൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുക. അതിനുശേഷം ഒരു 5 ദിവസം നിങ്ങൾ പാക്കറ്റ് തീറ്റയുടെ സ്റ്റാർട്ടറുമായിട്ടുള്ള അല്പം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ബാക്കിയുള്ള 10 ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ പരിപൂർണ്ണമായിട്ട് നമ്മുടെ ഈ തീറ്റയിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തുടക്കകാലങ്ങളിൽ അതിന് ചില ബ്രോയിലർ കോഴികൾക്ക് തുടക്കകാലങ്ങളിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ഒരു കാരണവശാലും ബാധിക്കാതിരിക്കുവാനും അതിൻ്റെ ഗ്രോത്തിന് മന്ദത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു 5 ദിവസം നമ്മൾ സ്റ്റാർട്ടർ തീറ്റയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റുകൾ ഇത് മറ്റൊരു ഹൈ ആയിട്ടിൻ്റെ ഒരു ക്വാണ്ടിറ്റി ലെവൽ കൂടുന്നത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ലെവൽ കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു 100 കിലോ തീറ്റ ഒരു ദിവസം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 70 കിലോ തീറ്റ എടുത്തതിന് ശേഷം അത് നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് 100 കിലോ ആയിട്ട് വളരെയധികം കൂടും. അതായത് 30% നമുക്ക് ഈ തീറ്റ ഇൻക്രീസ് ആയി കിട്ടും. അത് നമുക്ക് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു 30% എങ്ങനെയാണെങ്കിലും 30% നമുക്ക് അധികം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നമുക്ക് ഒരു മാജിക്കൽ പ്രോസസ്സ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ 100 കിലോ തീറ്റ ഇട്ട് കൊടുത്താൽ എങ്ങനെയൊക്കെ നമ്മൾ പാക്കറ്റ് തീറ്റ എന്തൊക്കെ ചെയ്താലും അത് ഇൻക്രീസ് ആവില്ല. പക്ഷേ ഈ തീറ്റ നമുക്ക് 30 കിലോ ഇൻക്രീസ് ആയി കിട്ടുന്ന ഒരു ലെവലാണ്. പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ചെറിയ രീതിയിൽ കുഴച്ചാൽ മാത്രം മതിയാകും. അത് 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ഫെർമെൻറ്റേഷൻ നടക്കും. ഈ ഫെർമെൻറ്റിങ് മൂലം അതിനകത്ത് നല്ലൊരു പ്രോബയോട്ടിക് ക്രിയേറ്റ് ആകുകയും ചെയ്യും. ഈ തീറ്റ നല്ല സ്വാദിഷ്ടമായി നല്ല ഒരു മണത്തോടു കൂടി ഒക്കെ നമുക്ക് കിട്ടും. കോഴികൾ വളരെയധികം എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ചെയ്യാം. 30% ഇൻക്രീസായി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ലാഭമാണ്. അതായത് ഈ തീറ്റയ്ക്ക് എനിക്ക് പരിപൂർണമായിട്ടും ചിലവായ തുക അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ തീറ്റയ്ക്ക് എനിക്ക് പരിപൂർണമായിട്ടും ചിലവായ തുകയെന്ന് പറയുന്നത് പെർ kgക്ക് 25 രൂപയാണ്. ഞങ്ങളുടെ ആലപ്പുഴയിലെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഹോൾസെയിൽ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഈ തീറ്റ പരിപൂർണമായിട്ടും ഇത്രയും കണ്ടൻറ്റുകൾ ഉൾപ്പെടെ ഈ ആൾ ഇൻ വൺ ഫോർമുല ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടൻറ്റുകളും കൂട്ടിച്ചേർത്ത് എനിക്ക് ചിലവായ തുകയെന്ന് പറയുന്നത് 25 രൂപയാണ്. ഈ 25 രൂപ എന്ന് പറയുന്ന ഒരു റേറ്റ് നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ സ്റ്റാർട്ടറിന് 2200 രൂപയ്ക്ക് അടുത്താണ് വില. അങ്ങനെ കണക്കാക്കിയാൽ 45 രൂപ ഒരു കിലോയ്ക്ക് നമുക്ക് വില വന്നു. അപ്പോൾ നമുക്ക് 25 രൂപയ്ക്ക് ഈ ഒരു തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നേരെ പകുതി മാത്രമേ ഇതിൻ്റെ തീറ്റ ചിലവ് വരുന്നുള്ളൂ. നമുക്ക് ആ ഒരു പാക്കറ്റ് തീറ്റ ഏതൊരു കമ്പനിയുടെയാണ് നമുക്ക് ഹൈ ലെവലിലുള്ള ഏതൊരു തീറ്റ കമ്പനിയുടെയും അതേ ക്വാളിറ്റിയിലുള്ള കണ്ടൻറ്റുകൾ കലോറി മൂല്യം അത്രയുമുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ വാല്യൂ അത്രയുമുണ്ട്. മറ്റ് വൈറ്റമിൻസിൻ്റെ അളവുകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തുകൊണ്ടുള്ള ഒരു തീറ്റയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒരു പ്രോട്ടീൻ വാല്യൂ അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഈ തീറ്റ പരിപൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്ത വിജയിച്ചൊരു തീറ്റയാണ്. ഈ തീറ്റ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ നേതൃത്വത്തിൽ തന്നെ പരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പരീക്ഷിച്ച് വിജയിച്ചൊരു തീറ്റയുമാണ്. അപ്പോൾ ഈ ഒരു തീറ്റ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഇതിൻ്റെ ടെസ്റ്റിന് കൊടുക്കുകയും അത് അപ്രൂവലായിട്ട് ഓക്കെ എന്ന അപ്രൂവൽ ലഭിച്ച ഒരു തീറ്റയുമാണ്. ആ ഒരു അപ്രൂവൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻ വാല്യൂവോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടൻറ്റുകൾ ഏതൊക്കെ സാധനത്തിന് വേണ്ടിയിട്ട് ചേർത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സീക്രട്ടാണ്. അതും ഒരു കാരണവശാലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു തീറ്റയല്ല.
ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തീറ്റയല്ല. അതായത് ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഈ തീറ്റ പരിപൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തീർക്കണം. ഇതിനകത്ത് നമ്മൾ ടോക്സിൻ ബൈൻഡറുകളോ ഒന്നും ചേർക്കുന്നില്ല. ടോക്സിൻ ബൈൻഡറുകൾ ചേർക്കുന്നത് തീറ്റ ചീത്തയാകാതിരിക്കാനാണ്. അപ്പോൾ ആ ഒരു ടോക്സിൻ ബൈൻഡറുകൾ ചേർക്കാത്തടത്തോളം കാലം നമുക്കിത് 7 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കി വെച്ച് 7 ദിവസത്തിനകം ഇത് പരിപൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കണം. കൂടുതലധികം വെച്ചിട്ട് കോഴികൾ ചത്തുപോയിട്ട് എന്നെ കുറ്റം പറയരുത്. നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഒരു ഫോർമുലേഷൻ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് നമ്മൾ ടോക്സിൻ ബൈൻഡറുകൾ എല്ലാം ഉപയോഗിച്ച് പെല്ലറ്റാക്കി നമുക്ക് വിൽക്കുവാനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു 60 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന ഒരു ഫോർമുല ഇതുണ്ട്. അതെന്തായാലും ഞാൻ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ്. അതൊരു പെയ്ഡ് ആരെങ്കിലും അത് പൈസ വാങ്ങിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. കാരണം ഞാൻ 1.5 വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ വളരെയധികം അലഞ്ഞൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുള്ളൊരു ഒരു ഇൻകം എന്ന നിലയിൽ ഞാൻ അതൊരു പൈസ വാങ്ങിയിട്ട് മാത്രമേ ആ ഒരു കൊമേഴ്ഷ്യൽ ഫീഡിനുള്ള ഫോർമുലേഷൻ കൊടുക്കൂ. അല്ലെങ്കിൽ ഞാനൊരു വർക്ക്ഷോപ്പ് പോലെ ഒരു ഫീസ് ഈടാക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ സംഘടിപ്പിച്ച് അവിടെ ആയിരിക്കും ഞാനത് പ്രസൻറ്റ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഈ തീറ്റയും ഞാൻ കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന തീറ്റയും ക്വാളിറ്റിയിലും അതിൻ്റെ പ്രോട്ടീൻ വാല്യൂ കലോറിയിലെല്ലാം തുല്യം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇത് സൂക്ഷിച്ച് വെക്കാൻ കഴിയില്ല. മറ്റേത് നമുക്കൊരു 60 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ എക്സ്പയറി നമുക്ക് കൂടുതലുണ്ടാവും. ഇതിന് 7 ദിവസം മാത്രമേ എക്സ്പയറി ഉണ്ടാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട്, ഞാൻ ഈ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് അതിനായിട്ട് ഒരു കാരണവശാലും ആരും വിളിക്കരുത്. അത് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരില്ല. കാരണം അതെൻ്റെ ട്രേഡ് സീക്രട്ടാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടതിന് ഒരു പ്രതിഫലവും ഇല്ലാതെ പോകും. അതുകൊണ്ട് തന്നെ ഫ്രാങ്കായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു തീറ്റ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനലിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തീറ്റയുടെ ഫോർമുലേഷൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി തീർച്ചയായിട്ടും കോടികൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് പകുതി മാത്രമേ ചിലവുണ്ടാവൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരിപൂർണ്ണമായിട്ടും ഈ ഒരു ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നന്ദി.